കനിവിൻ സാഗരമേ നിന്നിൽ മിഴിനീർപ്പുഴ ഞാൻ ചേരുന്നു. നീർച്ചാലുകളായ ആത്മാവിൽ ഒഴുക്കണേ നിൻ ജീവജലം. ഞാൻ അയോഗ്യനെങ്കിലും എന്നാഥ കാരുണ്യതീരം തേടും ജീവനോദ ഞാൻ തുഴഞ്ഞു. ആരോരുമില്ലാതെ തിരകൾക്കുമീതേ എന്നിലേക്കു നീയണഞ്ഞു. നമ്മൾ കാലത്തിനങ്ങേ കരയില്ല. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായി സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. രാത്രിയുടെ 4-ാം യാമം. ശിഷ്യന്മാർ കടലിലൂടെ യാത്ര ചെയ്യുന്നു. തിരമാല വഞ്ചിക്കുമേൽ ആഞ്ഞടിക്കുന്നു. ഭയചകിതരായ ശിഷ്യന്മാരുടെ സമീപത്തേക്ക് വെള്ളത്തിൻ്റെ മീതെ ആർത്തലയ്ക്കുന്ന തിരമാലകൾക്ക് മീതെ നടന്നടുത്തുകൊണ്ട് ഈശോ പറഞ്ഞ വാക്യം. ദ ഗോസ്പൽ ഓഫ് സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 14 വേഴ്സ് 27. മത്തായി 14:27. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. ജീവിതത്തിൻ്റെ വഞ്ചി ആടി ഉലയുന്നൊരു നേരത്ത്, നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് തിരമാലകൾ ഉയർന്നു പൊങ്ങുന്നൊരു നേരത്ത്, ആ തിരമാലകൾക്ക് മുകളിലൂടെ നമ്മളെ ഭയപ്പെടുത്തിയതെന്തോ അതിന് മുകളിലൂടെ നടന്ന് നമ്മുടെ നാഥൻ ചാരത്തു വന്ന് പറയുന്ന വാക്ക്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുവിൻ. ഒരുപാട് സങ്കടങ്ങളുടെ നടുക്കല്ലേ നമ്മുടെ ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളെ ഭയപ്പെടുത്തുന്ന തിരമാലകൾക്ക് മുകളിൽ നീ നടക്കണമേ. ഞങ്ങളുടെ ഭയങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് നീ ഞങ്ങളോട് പറയുന്ന അനുഭവം സമ്മാനിക്കണമേ. ഭയപ്പെടേണ്ട എന്ന്. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ഞങ്ങളുടെ സങ്കടപ്പുഴകൾ, ഞങ്ങളുടെ കണ്ണീർ പുഴകൾ നീയാകുന്ന സാഗരത്തിലേക്ക് ഒഴുകിച്ചേരട്ടെ. കർത്താവേ, ഇന്നീ നേരത്തും ഞങ്ങളെ അലട്ടുന്ന എല്ലാ ആശങ്കകളുടെയും മുകളിലൂടെ നീ നടക്കണമേ. ശക്തനായൊരു ദൈവം ഞങ്ങൾക്കുണ്ടെന്നുള്ള വിശ്വാസം ഞങ്ങളിൽ വീണ്ടും നീ ഉറപ്പിക്കണമേ. ഈ കാറ്റിനും ഈ മഴയ്ക്കും ഉയർന്നു പൊങ്ങുന്ന തിരമാലകൾക്കും മുകളിൽ നിൽക്കുന്ന ഒരു ദൈവം, അധികാരമുള്ള ശക്തിയുള്ള ദൈവം നീയാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ പൊതിയട്ടെ. നിന്റെ അധികാരം ഞങ്ങൾക്ക് സംരക്ഷണമാകട്ടെ. ഈ ദിവസം നമ്മൾ ഏർപ്പെടുന്ന എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇന്നും നമ്മളെ തേടി ഒരു തിരമാലയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വഞ്ചി കുലുക്കുന്നൊരു കാറ്റുണ്ട്. അതിന് മുകളിലൂടെ നാഥൻ നടന്ന് അടുത്തു വരുന്ന അനുഭവം നമുക്കുണ്ടാകട്ടെ. ഈശോ പറയുന്നു, ഭയപ്പെടേണ്ട. ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കനിവിൻ സാഗരമേ നിന്നിൽ മിഴിനീർപ്പുഴ ഞാൻ ചേരുന്നു. നീർച്ചാലുകളായ ആത്മാവിൽ ഒഴുക്കണേ നിൻ ജീവജലം. ഞാൻ അയോഗ്യനെങ്കിലും എന്നാഥ കാരുണ്യതീരം